ഹേ ഗായ്സ്, ഒന്ന് ഗോവ വരെ പോകാമെന്ന് വിചാരിച്ചു. കാരണം അക്ഷയുടെ ബർത്ത്ഡേ ടൈം ആയിരുന്നു. അങ്ങനെ 2 ദിവസത്തേക്ക് പോകുന്ന വെച്ചാൽ അക്ഷയുടെ മിസ് ചെയ്തുകൊണ്ട് വേഗം 2 ദിവസത്തിനുള്ളിൽ തന്നെ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസത്തേക്ക് എന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും ഒരു 3-4 ദിവസത്തേക്കുള്ള പെട്ടി തന്നെയാണ് പാക്ക് ചെയ്യുന്നത്. എല്ലാ സാധനങ്ങളും ഞാൻ തലേ ദിവസം തന്നെ പാക്ക് ചെയ്തു. ഞാൻ ഓൾറെഡി ലിസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഡേ രാവിലെ 5 മണിക്കാണ് ഫ്ലൈറ്റിൽ ഇറങ്ങിയത്. നമ്മൾ 4 മണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു, പക്ഷേ 5 മണിക്കാണ് ഇറങ്ങിയത്. പിന്നെ ഒന്നാമത്തെ കാര്യം വെച്ചാൽ എല്ലാ പ്രാവശ്യത്തെ പോലെ ഈ പ്രാവശ്യം നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ വേറെ ആരും ഇല്ല. അപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് പോകണം. അക്ഷരം ഒറ്റയ്ക്ക് തന്നെ ഡ്രൈവ് ചെയ്യണം. അതുകൊണ്ടാണ് നേരത്തെ ഇറങ്ങിയത്. കാരണം ഇടയിൽ വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ കുറച്ച് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എന്തായി, നമ്മൾ ചായ കുടിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. ഒരു ഉടുപ്പി റെസ്റ്റോറൻറ്റിലായിരുന്നു ഇറങ്ങിയത്. അവിടെ നമ്മൾ പൂരി ബജിയൊക്കെ കഴിച്ചു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അക്ഷരം അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ഇത്തിരി കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. പിന്നെ പോകുന്ന വഴിക്ക് ഗോകർണ പോകണമെന്നൊക്കെ അക്ഷരം ചോദിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് എത്രയും ഗോവയിലേക്ക് മതി. അതുകൊണ്ട് ഞാൻ എവിടെ ഇറങ്ങേണ്ടത്. പിന്നെ ഈ കാണിക്കുന്ന പ്ലേസ് എന്ന് വെച്ചാൽ നമ്മുടെ അർജുൻ മരിച്ച സ്ഥലമാണ്. അവിടേക്ക് എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം അന്ന് ഞാൻ ന്യൂസിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അർജുൻ മരിച്ചതൊക്കെ കണ്ടപ്പം. പിന്നെ നമ്മൾ അവിടേക്ക് പോകുന്ന വഴിയിൽ നല്ല രസമാണ്. കുറേ പ്ലേസ് ഉണ്ട്. ഇങ്ങനെ ഭയങ്കര രസമാണ് പോകുന്ന റൂട്ടൊക്കെ കാണാനായിട്ട്. പിന്നെ ഒരു 11-11:20 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഗോവയിലെത്തി. ഈ ബ്രിഡ്ജ് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഇത് കാണുമ്പോൾ നമുക്കറിയാം നമ്മൾ അവിടെ എത്തി എന്നുള്ളത്. കാരണം താഴെ കണ്ടോ കേസിനൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടത് എനിക്ക് തോന്നുന്നു ബാഗേൻ്റെ സൈഡിലേക്ക്. എന്നിട്ട് അവിടെ നമ്മൾ റൂം എടുത്ത് പെട്ടെന്ന് നമ്മൾ റൂം എടുത്ത് കാരണം വിഷമം വയ്യേണ്ട. അക്ഷരം കുറേ ടയർഡായി. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു റൂമിൻ്റെ അതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ നമ്മൾ ചെന്നിട്ട് എന്ത് ചെയ്തു, ഫുഡ് കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഫുഡായിരുന്നു. എപ്പോഴത്തെയും പോലെ തന്നെ അക്ഷേട്ടൻ ഫിഷും ഞാൻ ചിക്കനും ആയിരുന്നു പറഞ്ഞത്. പിന്നെ കുറേ വെറൈറ്റീസ് ഉണ്ടായി അതിൽ. എന്തൊരു ടേസ്റ്റാന്ന് പറഞ്ഞാൽ അത്രയും ടേസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടുത്തെ കണ്ടോ ഈ മോള് സാധാരണ നമ്മൾ താഴെയാണ് പായ വയ്ക്കുക. ഇത് മോളിൽ ഒരു ഡിസൈൻ ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഭയങ്കര ഷോക്ക്. എനിക്ക് തോന്നുന്നു ഭയങ്കര തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം എന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോയി. റൂമിൽ അത്ര വലിയ സാറ്റിസ്ഫൈഡ് ഒന്നും ആയില്ല. എന്നാലും നമ്മൾ നൈറ്റ് അധിക സമയം ഒന്ന് ജസ്റ്റ് ഒന്ന് കിടക്കാൻ മാത്രമല്ല ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പിന്നെ ഇവിടെ അടുത്തുമായതുകൊണ്ടാണ് ഈ റൂം എടുത്തത്. അങ്ങനെ നമ്മൾ വന്നിട്ട് ഞാൻ ഒരിക്കലും പകൽ ഉറങ്ങുന്ന ആളല്ല. പക്ഷേ ഞാൻ നേരത്തെ എണീച്ചുകൊണ്ട് കാരണം രാത്രി 1 മണിക്കായിട്ട് ഉറങ്ങിയിട്ട് ഞങ്ങൾ 5 മണിയാകുമ്പോഴത്തേക്ക് എണീക്ക് ചെയ്തില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇത് കുറച്ച് നേരം കിടന്നു. അക്ഷരം കുറച്ച് ഉറങ്ങി. അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരത്തേക്ക് ഫുള്ള് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ വരെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ ഇതിലിടുന്നില്ല. കാരണം എനിക്ക് എല്ലാം കൂടി ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങിയിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ 2 കേക്കും വാങ്ങിച്ചു. അപ്പം ഞങ്ങൾ കാറെടുത്ത് പോയപ്പോൾ തൊട്ടേ ഞങ്ങൾ കമൻറ്റ് അടിക്കാൻ തുടങ്ങി. ഗോവയിൽ പോയാൽ പിന്നെ അതാണല്ലോ നമ്മുടെ ഒരു മെയിൻ പരിപാടി. അപ്പോൾ അങ്ങനെ കമൻറ്റ് അടിച്ച് കുറച്ച് അങ്ങോട്ട് പോയാൽ മതി റൂമിൽ നിന്ന്. അപ്പോൾ നമ്മൾ അവിടെ ബീച്ചിലെത്തി. നമ്മൾ വേഗം കുറേ നോക്കി ഏതിലാണ് എടുക്കേണ്ടത്, ഏത് റെസ്റ്റോറൻറ്റിലാണ് ഇരിക്കണമെന്നുള്ള നോക്കിയിട്ട് അവസാനം നമുക്കൊരു റെസ്റ്റോറൻറ്റ് ഫിക്സ് ചെയ്ത് ഞാൻ അവിടെ അവർക്ക് എക്സ്ട്രാ പേ ഒക്കെ ചെയ്ത് നമ്മൾ ബർത്ത്ഡേൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി കേക്കൊക്കെ മുറിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അതിന് മുന്നേ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ബജി കഴിച്ചിട്ടുണ്ടായി. അപ്പോൾ എന്ത് ചെയ്തു, ആദ്യം തന്നെ ബജി കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടേക്ക് പോയത്. കാരണം എനിക്ക് അത്രയും കൊതിയായിരുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാ പ്രാവശ്യത്തും പോലെ പ്രാവശ്യം അത്ര റഷ് ഒന്നും ഉണ്ടായില്ല. പിന്നെ ഇവർ ആ ഫുള്ള് സംഭവം പ്രാവശ്യം മാറ്റിയിട്ടുണ്ട്, ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ. എനിക്കൊന്നും കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ഒന്നും കൂടി ബെറ്റർ ഈ പ്രാവശ്യത്തെ തന്നെയാണെന്ന്. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ 2 പേരും മാത്രമുള്ള ആദ്യത്തെ ബർത്ത്ഡേ എടുത്തത്. മാരേജ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതുവരെ ഒറ്റയ്ക്ക് അങ്ങനെ ആഘോഷിച്ചില്ല. എപ്പോഴും ഫ്രണ്ട്സോ റിലേറ്റീവ്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ടാവും. ഈ പ്രാവശ്യം അങ്ങനെ ആരില്ലാത്ത ഞങ്ങൾ മാത്രമുള്ള ഒരു ബർത്ത്ഡേ ആയിരുന്നു. ആൻഡ് ഐ വാസ് സോ ഹാപ്പി ആൻഡ് ഐ ഗസ് ഹി ഈസ് ഓൾസോ ഹാപ്പി. അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ ആൾക്ക് സങ്കടം ഉണ്ടായി ഫ്രണ്ട്സ് ഇല്ലാത്തതിന്. പക്ഷേ നല്ല ഹാപ്പി ആയിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി വന്നിട്ട് ചോദിച്ചു ആരുടെ ബർത്ത്ഡേ എന്നൊക്കെ ചോദിച്ചിട്ട് അക്ഷരം പക്ഷേ 3 കെട്ടി കൊടുത്ത കയ്യിൽ എനിക്ക് 3 ഫ്രീ ആയിട്ടാണെന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് പൈസ വേണമെന്ന് വെച്ചപ്പോൾ വേണ്ടെന്ന്. അപ്പോൾ ഫുഡ് വേണമെന്ന് വെച്ചപ്പോൾ ഫുഡ് വേണമെന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ഫുഡ് കൊടുത്തു വയ്ക്കും. അപ്പോൾ അവർ കഴിഞ്ഞ് എനിക്ക് ശരിക്കും തോന്നുന്നത് ഈ 2 കുട്ടികളും 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരു പകൽ ക്ലാസ് പോയിട്ട് രാത്രി ഇവിടെ ഇങ്ങനെ വരും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ സെയിൽ ചെയ്യുന്ന പറയുന്നതാണ്. ഞങ്ങൾ കുറേ നേരം അവരോട് സംസാരിച്ചു. അവർ ആക്ച്വലി കർണാടകയിൽ നിന്നാണ്. പക്ഷേ അവർ അവിടെ സെറ്റിലായിട്ട് ഈ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ പറയുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോകുമ്പോൾ എനിക്ക് തോന്നുന്നൊരു 12 o'clock ഒക്കെ ആയിട്ടുണ്ടാവും തിരിച്ച് പോകുമ്പോൾ. എന്നിട്ട് പോകുന്ന